രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണ കേസിൽ തെളിവ് ശേഖരണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക്. നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്ന കേസിലാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. യുവതി ചികിത്സ തേടിയ ബംഗളൂരുവിലെ ആശുപത്രി തിരിച്ചറിഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അതേസമയം ഓണാവധിക്ക് ശേഷമാണ് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോവുക. ആശുപത്രി രേഖകൾ പരിശോധിച്ച് യുവതി ചികിത്സ തേടിയ കാര്യം നേരിട്ട് സ്ഥിരീകരിക്കും. തുടർന്ന് ആശുപത്രി മാനേജ്മെൻറ്റിന് നോട്ടീസ് നൽകി രേഖകൾ കസ്റ്റഡിയിലെടുക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് FIR കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. 5 പേരുടെ പരാതികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരും മൂന്നാം കക്ഷികളാണ്. രാഹുലിനെതിരെ BNS 78(2), 351, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തെന്നാണ് FIR-ൽ പറയുന്നത്. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചെന്നും ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും FIR-ൽ പറയുന്നു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത്. പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുക്കുകയും ചെയ്തു. പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷമാണ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇതുവരെ ആരോപണമുന്നയിച്ച സ്ത്രീകളാരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല. പരാതിക്കാർ ഇരയെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ കൈമാറിയാൽ അവരുടെ മൊഴിയെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു.